പക്ഷേ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന ചർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിൽ നരേന്ദ്രമോദി ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ കാര്യമായ ഒരു അഴിമതി ആരോപണവും ഒരു മാധ്യമങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്കത് ചെയ്തിട്ടുമില്ല, ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ 14 വർഷത്തിനിടയ്ക്ക് നടന്ന ചില സംഭവങ്ങളുണ്ട്. ഏകദേശം 10 കോടി ആളുകളുടെ പേരിൽ വ്യാജ ആനുകൂല്യങ്ങൾ ഈ പറയുന്ന UPA ഭരണകാലത്ത് കൊടുത്തിരുന്നു. അതുവഴി രാജ്യത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് 3 ലക്ഷം കോടി രൂപയാണ്. അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. തീവെട്ടിക്കൊള്ളയാണ് നടന്നത് എന്ന് മോദി പറയുന്നുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടന്ന ഇത്തരം അനർഹമായ കാര്യങ്ങളെക്കുറിച്ചാണ് മോദി കൃത്യമായി പറഞ്ഞതും അതെല്ലാം ഇപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്താ മാഷിക്ക് തോന്നുന്നത്? അല്ല, അഴിമതി ആരോപണങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഭരണകൂടങ്ങളുടെയും ഒരു ഭാഗമാണ്, അതിൻ്റെ തുടർച്ചയാണ്. അത് ഞങ്ങൾ ഭരിക്കുമ്പോഴൊന്നും അഴിമതിയില്ല എന്നിവർ പറയും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായിട്ട് അഴിമതി നടത്തുന്നു. പിന്നെ ഭരണകൂടങ്ങൾ എപ്പോഴും വൻതോതിൽ അഴിമതി നടത്തുന്നത് നമ്മുടെ ആയുധ കച്ചവടത്തിനിടയിലാണെന്ന് നമുക്കറിയാം. വിമാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ അങ്ങനെയാണ് അത് നടക്കുന്നത്. ഇപ്പോൾ മോദിക്കെതിരെയും റാഫേൽ വിമാന ഇടപാടുകളൊക്കെ ആരോപണങ്ങളായിട്ട് ഉയർന്നിരുന്നതാണ്. അത് എല്ലാവരും മറ്റ് രാജീവ് ഗാന്ധിക്കെതിരെ ബോഫേഴ്സ്, അങ്ങനെ എല്ലാ കക്ഷികളും എല്ലാ കാലത്തും. എനിക്കൊന്ന് തുടങ്ങുന്നത് VK കൃഷ്ണമേനോൻ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിപാടിയാണ്. എന്താണ്, പട്ടാളത്തിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങിച്ച അവിടെ നിന്ന് തുടങ്ങുന്നതാണ് അഴിമതി എന്ന് പറയുന്നത്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ അഴിമതിയുടെ ആരംഭം അവിടെ നിന്ന്. അതെക്കാലത്തുണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് വളരെ കൂടുതലായിട്ട് അഴിമതികൾ ഉണ്ടായിരുന്നു. അതിനെതിരെ അതിശക്തമായിട്ട് പ്രചരണങ്ങൾ, പ്രശ്നങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഉയർന്നു വന്ന് കുറേ കഴിയുമ്പോഴാണ് അത് ആ അഴിമതിയുടെ പേരിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. അത് വലിയ അഴിമതി അങ്ങനെ വന്നിട്ടാണ് അവർ പുറത്തു പോകുന്നത്. അത് കഴിഞ്ഞു നമ്മൾ അടുത്ത അധികാരം, അവരുടെ ഭരണം, അവരുടെ കാലം, അത് മുന്നോട്ട് പോകുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങൾ അതുമായി കൂട്ടിക്കുഴഞ്ഞൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി പറഞ്ഞ ഈ വിഷയത്തിൽ നമ്മൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഉദ്യോഗസ്ഥന്മാർ അതിഭീകരമായിട്ടുള്ള രീതിയിൽ അഴിമതി കേന്ദ്രങ്ങളായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ്. അവർ വലിയ തോതിൽ പണമടിച്ചെടുക്കുന്നതിന് ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു പങ്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ രീതി. പക്ഷേ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ വലിയ സാങ്കേതിക വികാസങ്ങളാണ് ഭരണകൂടങ്ങളുടെ ഭരണപ്രക്രിയകൾ പോലും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ ഏതാണ്ട് ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കളവ് നടത്താനായിട്ടുള്ള ഇടം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആയുധ കച്ചവടം പോലെയുള്ള ചില മേഖലകളിലാണ് വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള അഴിമതിക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ഭരണനിർവഹണ മേഖലയിലുള്ള അഴിമതികൾ അത് എളുപ്പം കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ. രണ്ടാമത്, ആ ബാങ്ക് അക്കൗണ്ടുകളെ മുഴുവനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സംവിധാനം. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ട്രാൻസാക്ഷൻസും സുതാര്യമായി മാറുകയാണ് ചെയ്യുന്നത്. മോദി ഭരണകാലത്തെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് അത്തരത്തിലത് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭരണ മേഖലയിലുള്ള അഴിമതികൾ എന്ന് പറയുന്നത് എളുപ്പം കണ്ടെത്താനായിട്ട് കഴിയുകയും പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. UPI വന്നു, GPay പോലുള്ള സംവിധാനം, ട്രാൻസാക്ഷൻസ്, എല്ലാ ട്രാൻസാക്ഷൻസും അങ്ങനെ വരികയാണ്. കുറേ കഴിയുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും നമ്മുടെ പണമിടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെടും. അങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പണമിടപാടുകളുടെ ഇടയിൽ ഒരു അഴിമതി എന്ന് പറയുന്നത് സാധ്യമല്ലാതായി. പണമിടപാടുകളുടെ ഇടയിൽ അഴിമതികൾ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഈ നമ്മളിങ്ങനെ ഉള്ള സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം സുതാര്യമാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അഴിമതി ആഗ്രഹിക്കുന്ന വലിയ സമൂഹം ഉണ്ടല്ലോ, അധികാരവുമായി ബന്ധപ്പെട്ട് അവർ അഴിമതിക്ക് വേറെ മാർഗങ്ങൾ കണ്ടെത്തും. അവരും അപ്ഡേറ്റഡ് ആവും. അവരാണ് അപ്ഡേറ്റഡ് ആവണം. അല്ല, എല്ലാവരും അപ്ഡേറ്റഡ് ആണ്. പക്ഷേ ആദ്യം അപ്ഡേറ്റഡ് ആവുന്നത് അഴിമതിക്കാരായിരിക്കും. കാരണം അവരാണ് അതിൻ്റെ അകത്ത് ഗവേഷണം നടത്തുന്നത്. അങ്ങനെ അഴിമതി നടത്താൻ പുതിയ മാർഗങ്ങൾ അവർ കണ്ടെത്തും. പക്ഷേ ഭരണകൂടത്തിൻ്റെയും അതേപോലെ ജനങ്ങളുടെയും ജനാധിപത്യ പ്രക്രിയയുടെയും ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ അത് കണ്ടെത്തി അതിനെ റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ചെയ്ത സമയത്താണ്
പ്രധാനമന്ത്രി പറഞ്ഞ ഈ വിഷയം, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനം വലിയ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി, അത് അനർഹമായിട്ടുള്ള കൈകളിലേക്ക് സർക്കാരിൻ്റെ സൗജന്യം എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയായിരിക്കും, അതിലൊരു തർക്കമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മളിവിടെ കേരളത്തിൽ ക്ഷേമകാര്യ പെൻഷൻ അടിച്ചെടുക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വാർത്തകൾ കണ്ടെത്തുകയും കുറേയധികം ആളുകൾ പിടിക്കപ്പെടുകയും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ഉന്നത ഉദ്യോഗസ്ഥമായി അത് കാശ് കിട്ടിയാൽ ഇവനൊക്കെ കവന്ന് വീഴുന്ന് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ വലിയ മാന്യനായിട്ട് കണക്കാക്കുന്ന പല പ്രമുഖരും ഇങ്ങനെ സൗകര്യം കിട്ടിയാൽ നക്കി തിന്നുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു സൈക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് മാറണം. അത് മാറാനായിട്ട് സുതാര്യമായി പുതിയ തലമുറക്ക് എളുപ്പത്തിൽ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ഉയർന്ന സാങ്കേതിക വിദ്യയുമായി പരിചയപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ ആ അഴിമതിയിൽ നിന്ന് മുക്തമാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഈ അഴിമതിയുടെ ഒരു പ്രമുഖ കേന്ദ്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ നേതാക്കളാണ് കേരളത്തിലെയും അതേപോലെ തന്നെ ഇന്ത്യയിലെയും അഴിമതിക്കാരായിട്ട് വളർന്ന് വികസിച്ചു വരുന്നത്. അവന് സപ്പോർട്ട് ചെയ്യുന്നൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. ഇത് പൊളിക്കൽ ഉള്ള ഏകമാർഗം എന്ന് പറയുന്നത് ഈ എല്ലാത്തിനെയും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇതിന് മാറ്റം വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പെൻഷനും അതേപോലെയുള്ള സംവിധാനങ്ങളും, അതായത് മൊത്തം വെൽഫെയർ സംവിധാനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള പണം മുഴുവനും അനർഹരുടെ കയ്യിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേന ചലിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് പോയിട്ടുണ്ട്. അത് കണ്ടെത്തുകയും തിരുത്തുകയും അങ്ങനെ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു അവകാശവാദവും വളരെ നല്ലതായിട്ടുള്ളൊരു പ്രവൃത്തിയുമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷെ നമ്മളുടെ ഒരു പൊതു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അഴിമതി മൊത്തമായിട്ട് മാറ്റണം എന്നുള്ളതാണ്. അത് നടക്കാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ രാഷ്ട്രീയ നേതാക്കൾ ഏതാണ്ട് എല്ലാവരും തന്നെ കള്ളന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമുക്കൊരു നല്ല നേതൃത്വ നിരയുണ്ടായിരുന്നു. അഴിമതിക്കാരല്ലാത്തതായ നേതൃത്വമായിരുന്നു അത് എന്ന് നമുക്കറിയാം. പക്ഷെ പിന്നീട് തുടർന്നു വന്ന കാലത്ത് പുതിയ തലമുറ കടന്നു വരാൻ തുടങ്ങിയ സമയത്ത് അഴിമതിക്കാരുടെ എണ്ണം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അതിങ്ങനെ വളർന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് അഴിമതിക്കാർ മാത്രമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഏത് പാർട്ടിയും കേരളത്തിൻ്റെ ഒരു കാര്യം പ്രത്യേകം പരിശോധിച്ചാൽ അഴിമതിയില്ലാത്തതായ നേതാക്കന്മാരില്ല, അഴിമതിക്കാരില്ലാത്തതായ പാർട്ടികളില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നേതാക്കന്മാരെ പോലും സ്ക്രീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നേതൃത്വത്തിലിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയക്കാരെ സ്ക്രീൻ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടായാൽ മാത്രമേ അഴിമതി നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയുള്ളൂ. കാരണം എല്ലാത്തിനും നിയന്ത്രണ രേഖ ആവശ്യമാണ്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഒരു പരിധിവരെ ഇത് കുറക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വൻപിച്ച തോതിലുള്ള അഴിമതിയുടെ കേന്ദ്രമായിരുന്നു. കാരണം അയാൾ വെറുതെ ഈ കായസഞ്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ട് കെട്ടുകളുമായിട്ട് പോകുന്ന കാഴ്ചയാണ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അതിന് ഒക്കെ അവസാനം കുറിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ അഴിമതിയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കേരളത്തിൽ തന്നെ പല ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? വില്ലേജ് ഓഫീസറെ കൈക്കൂലി ചോദിച്ച വില്ലേജ് ഓഫീസറെ കൈക്കൂലി വാങ്ങിക്കുന്ന സമയത്ത് പിടികൂടി. മിനിയാന്നും കൂടി ഉണ്ടായിരുന്നതാണ്. നമ്മളിത് ഞാൻ ഞെട്ടലോടുകൂടി കേൾക്കുന്നത്. കാരണം വെച്ചാൽ എങ്ങനെയാണ് അവർക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാനായിട്ട് മനസ്സുള്ളത്, ധൈര്യമുള്ളത്? ധൈര്യം മാത്രമല്ല, ഒരു മനസ്സാണല്ലോ. ഏറ്റവും വൃത്തികെട്ടവന് മാത്രമാണല്ലോ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും വില്ലേജ് ഓഫീസർമാരും അതേപോലെ തന്നെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പല മേഖലകളിൽ ഇരിക്കുന്ന ആളുകളും. അവിടെ പക്ഷേ ഒരു കാര്യം, നമ്മുടെ ചീഫ് സെക്രട്ടറി, കഴിഞ്ഞ ചീഫ് സെക്രട്ടറി VP ജോയി, അദ്ദേഹം 20 ലക്ഷം രൂപയാണ് അനധികൃതമായി സർക്കാർ ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തത് എന്ന അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് എങ്ങനെ? ഇതാണ് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിന് അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പല സ്ഥലത്തും പോയിട്ട് പ്രസംഗിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് കരുതിപ്പോൾ മനസ്സിലായി. അതേപോലെ ആദർശശുദ്ധിയോട് സംസാരിക്കുന്ന അയാൾ ചെയ്ത പണിയാണത്. 20 ലക്ഷത്തിലധികം രൂപ എന്ന് പറയുന്നത് അനധികൃതമായിട്ട് സർക്കാരിൽ നിന്ന് എഴുതിയെടുക്കുക. കയ്യിൽ പേനയുണ്ട്, പിന്നെ കക്കാനുള്ള മനസ്സ് മാത്രമാണ് ആവശ്യമുള്ളത്.
അപ്പോൾ അത് വെച്ച് അവർ ഈ സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം, അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെയൊക്കെ നമ്മൾ വഴിയിൽ നിന്ന് സെല്യൂട്ട് അടിക്കേണ്ട സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ കുറേയും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങളും മാറിത്തീരും. ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കൾ എന്നൊക്കെ പറയുന്നവരില്ലാതാകട്ടെ എന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും.